ഹലോ ഗൈസ്, മീൻകറിയാണ് വെക്കാൻ പോണത്. പക്ഷെ ഇന്ന് ഞാനല്ല മീൻകറി വെക്കാൻ പോണത്, എന്റെ പപ്പയാണ് മീൻകറി വെക്കാൻ പോണത്. പപ്പേ പപ്പേ വാ, പപ്പേ വാ. ഞാൻ പറയുമ്പോ വന്നിട്ടൊരു ഇങ്ങനെ കാണിച്ചാ മീൻകറി. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് മീൻകറി വെക്കാനായിട്ട് നല്ല അടിപൊളി മൺചട്ടി വേണം. എവിടെ? മൺചട്ടി അടപ്പത്ത് വെച്ച് നല്ല ചൂടായി കഴിയുമ്പോ എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല വെളിച്ചെണ്ണ ഒഴിക്കാം. നല്ല അടിപൊളിയായി പറയാണ്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞ് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോ അതിനകത്തേക്ക് ഇഞ്ചി എന്തൊക്കെയായിരുന്നു? ഉള്ളി അല്ലേ? കുറച്ച് ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് വാട്ടണം. നല്ലപോലെ ഒന്ന് വാട്ടണം. പണ്ടത്തെ നാടകനാണ് കണ്ട ഒരു ലുക്കിലൊക്കെ മധുവാലിലേക്കൊക്കെ അഭിനയിച്ചിട്ടില്ലേ? അതൊക്കെ പറയും. മധുവാലൊക്കെ ഞങ്ങളെ നാടകം അതെ, പക്ഷെ മധുവാല എവിടെ എത്തി? മധുവാലി പോയി. അടുക്കള തന്നെ. നമ്മൾ പപ്പയുടെ പഴയകാല കുറച്ച് കഥകളൊക്കെ കേട്ടിട്ട് മീൻകറിയൊക്കെ വെക്കാം എന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ വോയിസിൻ്റെ ക്ലാരിറ്റി കുറവ് കൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഒരു വോയിസ് ഓവറായിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതൊരു അൺഫിൽറ്റേർഡ് മീൻകറിയാണ്. കാരണം എല്ലാ അമ്മമാരും വീട്ടിൽ വെക്കുന്ന പോലെ, അതായത് നമ്മുടെ വീട്ടിലിപ്പം നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് സറൗണ്ടിങ്സൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് എന്താ പറയുക നല്ലൊരു രീതിക്കൊക്കെ എല്ലാം ചെയ്യുന്നത് ഭയങ്കര ഇതായിട്ട്. ഇത് നമ്മൾ അങ്ങനെയല്ല. നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ, അതായത് എൻ്റെ പപ്പ എല്ലാം അമ്മ മീൻകറി വെക്കുന്ന സ്പെഷ്യൽ ഒക്കേഷൻസിൽ പപ്പ വെക്കും. അപ്പോൾ അങ്ങനെയുള്ള പപ്പയുടെ മീൻകറിയും പപ്പയ്ക്ക് ഭയങ്കര ഒരു കൈപ്പുണ്യമുള്ള ആളാണ്. അപ്പം പപ്പയ്ക്ക് ഇതിനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളാണ്, കുക്കിങ്ങിനോടൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതൊന്ന് നിങ്ങളെ കാണിക്കണം എന്ന് തോന്നി. ഇപ്പം മീൻകറി ഇപ്പോൾ എല്ലാവർക്കും വെക്കാൻ അറിയാൻ പാടില്ലാത്ത സംഭവമൊന്നുമല്ല. എല്ലാവരും മീൻകറി വെക്കും. പിന്നെ എന്താ അതിലൊരു വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മൾ ഉള്ളിയുടെ ഒരു മൂപ്പും അല്ലെങ്കിൽ അത് വഴട്ടുന്ന രീതിയും അതൊക്കെ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ മീൻകറി അല്ലെങ്കിൽ മീൻകറി അല്ല, ഓരോ കറികളുടെ ടേസ്റ്റ് മാറുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പപ്പയുടെ കറിക്ക് ഇത്ര ടേസ്റ്റ് വരുന്നത്. സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്തത്. പിന്നെ പപ്പയുടെ വെക്കുന്ന കറികളൊക്കെ നല്ലതാണെന്ന് എല്ലാവരും പറയുന്നത് കൊണ്ട് നമ്മളൊന്ന് ഇതൊന്ന് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പപ്പയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ വീഡിയോയിലൊക്കെ വരാൻ വേണ്ടിയിട്ടും. നമ്മുടെ ഒരു പൊടിക്കൈയാണിത്. ഇതൊക്കെ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നല്ല മീൻകറിയിൽ ചുവന്നുള്ളി ചതച്ചത് ഇങ്ങനെ ഇടുക. നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അത് കഴിയുമ്പോൾ അതിനകത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി നേർത്ത് പോകണം. ഇങ്ങനെ ചിറ്റിക്കണം. ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കും. കണ്ട, ഇനി ഒന്ന് വെറുതെ ചിറ്റിച്ചിട്ട് അവിടെ മൂടി വെച്ച് വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കറി എടുത്ത് അങ്ങോട്ട് കൂട്ടിയിട്ടതാ 2 പാത്രം ചോറിന്. കണ്ട, എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്